കർണാടകയിൽ കോൺഗ്രസിന്റെ ബുൾഡോസർ രാജന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച ഡിവൈഎഫ്ഐ. യോഗി ആദിത്യനാഥിന്റെ പ്രതിരൂപമായി സിദ്ധരാമയ്യ മാറിയെന്നും രാജ്യത്താകെ പ്രതിഷേധമുയരണമെന്നും എ റഹീം എം പി. നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ കർണാടകയിലെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് നടുക്കുന്ന ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ച് എ റഹീം എം പി കാര്യങ്ങൾ വിശദീകരിച്ചത്. 4-5 മണി നേരത്ത് ബുൾഡോസറുകൾ കയറി ഗ്യാസ് കുറ്റി മാത്രമെടുത്ത് ഈ പോലീസ് ഓഫീസർമാർ എല്ലാ അകത്ത് നിന്ന് ഗ്യാസ് കുറ്റി എടുത്ത് പുറത്തു വെച്ചു. 3 മണിക്കൂർ കൊണ്ട് 2 കോളനികൾ സ്വതന്ത്ര ഇന്ത്യയിൽ ബുൾഡോസറുകൾ കയറ്റി ഇടിച്ചു നിരപ്പാക്കി. BJP സർക്കാരുകൾ എങ്ങനെയാണോ ദുർബലരുടെ മുകളിലേക്ക് കൊടുത്ത് ഈ ബുൾഡോസർ കയറ്റിയേക്കുന്നത്, അതേ ബുൾഡോസറുകൾ അവർ അയക്കുന്ന ഏതെല്ലാം വിഭാഗങ്ങൾക്ക് നേരെയാണോ അതേ ആളുകൾക്കെതിരെ എങ്ങനെയാണ് കോൺഗ്രസ് നയിക്കാൻ കഴിയുക? കേരളത്തിൻ്റെ CM ഇത് പറയുന്നത് വരെ ഈ കാഴ്ചകൾ കാണാൻ പകർത്താൻ ഒരൊറ്റ കൺവെൻഷണൽ മാധ്യമങ്ങൾ അങ്ങോട്ട് പോയിരുന്നില്ല. സംഭവത്തിൽ രാജ്യത്താകെ പ്രതിഷേധം ഉയരണമെന്നും എ റഹീം പറഞ്ഞു. സോണിയാഗാന്ധി സർവോപരി കർണാടക കോൺഗ്രസിന്റെ ഇലയനങ്ങണമെങ്കിൽ അറിയേണ്ട KC വേണുഗോപാലിന്റെ ശബ്ദം എവിടെ? KC വേണുഗോപാൽ ഒന്നും അറിഞ്ഞില്ലെന്നാണോ? ഒരക്ഷരം ഉണ്ടാറുണ്ടോ? നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ കർണാടകയിലെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും വ്യക്തമാക്കി. കേരളത്തിൽ നാളെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മാധ്യമങ്ങൾ തമസ്കരിച്ച ഈ വാർത്തകൾ, ഈ ചിത്രങ്ങൾ ഞങ്ങൾ പ്രദർശിപ്പിക്കും. അതിശക്തമായിട്ടുള്ള യുവജന പ്രതിഷേധം ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.